വെൽക്കം ടു ലേണിനോ. അപ്പൊ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കീം കെമിസ്ട്രിയുടെ പാർട്ട് 3 വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഡർ ഇസ് കറക്റ്റ് ഇൻ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഓഫ് ലിഗാൻഡ്സ്? നമുക്കിവിടെ 5 ലിഗാൻഡ്സ് തന്നിട്ടുണ്ട് ഓപ്ഷൻസിൽ: Cl മൈനസ്, എഫ് മൈനസ്, C2O4 2 മൈനസ്, H2O ആൻഡ് Cn മൈനസ്. അപ്പൊ സയനൈഡ് അല്ലെങ്കിൽ Cn മൈനസ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ലിഗാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് വീക്ക് ലിഗാൻഡ്സിന് എക്സാമ്പിൾ വരുന്നത് Cl മൈനസ്, എഫ് മൈനസ് ഇതൊക്കെയാണ്. ഇനി ആസ് കമ്പയർ ടു ഓക്സലേറ്റ് അയോൺ, വാട്ടർ ഒരു സ്ട്രോങ്ങർ ലിഗാൻഡ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓർഡർ ഓഫ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഓഫ് ലിഗാൻഡ്സ് വരുന്നത് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് Cl മൈനസ് ലെസ് ദാൻ, എഫ് മൈനസ് ലെസ് ദാൻ, C2O4 2 മൈനസ് ലെസ് ദാൻ, H2O ലെസ് ദാൻ, Cn മൈനസ്. സോ ഓപ്ഷൻ എ is the correct answer. Next question, HF is a liquid unlike other hydrogen halides because HF എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ് അല്ലെ? ഓപ്ഷൻ എ HF bond is strong, ഓപ്ഷൻ ബി hydrogen bonding is present, ഓപ്ഷൻ സി hydrogen fluoride is a weak acid, ഓപ്ഷൻ ഡി F atom is smaller in size, ഓപ്ഷൻ ഇ HF is a strong base. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആയതുകൊണ്ടാണ് അൺലൈക്ക് അതർ ഹൈഡ്രജൻ ഹാലൈഡ്സ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഒരു ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ബോണ്ട് സ്ട്രോങ്ങർ ആണ്, ദെൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഒരു വീക്കർ ആയിട്ടുള്ള ആസിഡ് ആണ്, ആൻഡ് ഫ്ലൂറിൻ ആറ്റം അതിൽ സ്മോളർ സൈസ് ആണ്, അതുകൊണ്ടാണ് അതൊരു വീക്ക് ആസിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, ദെൻ HF is a strong base എന്നുള്ളത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓർഡർ ഓഫ് അസിഡിറ്റി ഫോളോസ്. ഇവിടെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അസിഡിറ്റിയുടെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എലമെന്റ്സ് എല്ലാം എന്താണ്? ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണ് അല്ലെ? അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡ്സിന് ഡൗൺവേർഡ്സ് ദ ഗ്രൂപ്പ് അസിഡിക് ക്യാരക്ടർ അല്ലെങ്കിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് അസിഡിറ്റി വരുന്നത് ഏതാണ്? ഫ്ലൂറിൻ ആണ്, ദെൻ ക്ലോറിൻ, ദെൻ ബ്രോമിൻ ആൻഡ് ഫൈനലി അയഡിൻ. അപ്പൊ അയഡിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരുന്നത് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. അപ്പൊ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഹൈഡ്രജൻ അയോഡൈഡ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ബ്രോമൈഡ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കറക്റ്റ് ഓർഡർ ഓഫ് ഓക്സിജൻ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഇൻ O3, O2 and H2O2 is. അപ്പൊ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ H2O2, O3 ആൻഡ് O2ന്റെ ബോണ്ട് ഓർഡർ റേഷ്യോ നമുക്ക് പറയാം. H2O2ന്റെ 1 ആണ് വരുന്നത്, ദെൻ O3യുടെ എന്താണ്? 1.5 ആൻഡ് ഫൈനലി O2ന്റെ ബോണ്ട് ഓർഡർ വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ നേരെ റിവേഴ്സ് ആയിരിക്കും ബോണ്ട് ലെങ്ത് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ H2O2ന്റെ ബോണ്ട് ലെങ്ത് വരുന്നത് എത്രയാണ്? 1 തന്നെയാണ് വരുന്നത്. ആൻഡ് O2ന്റെ എത്രയാണ് വരുന്നത്? 1/2 which is 0.5 ആണ് വരുന്നത്. ആൻഡ് O3യുടെ ബോണ്ട് ലെങ്ത് വരുന്നത് 1 divided by 1.5 which is 0.6 ആണ് അല്ലെ? അപ്പം H2O2 greater than O3 greater than O2 ഇതാണ് ബോണ്ട് ലെങ്ത് ഓർഡർ വരുന്നത്. അതായത് H2O2ന്റെ 1 വരും, O3യുടെ എത്രയാണ് വരുന്നത്? 0.6 ആണ് വരുന്നത് അല്ലെ? ദെൻ O2ന്റെ വരുന്നത് 0.5 ആണ്. ഇതാണ് ബോണ്ട് ലെങ്ത് വരുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, H2O2 greater than O3 greater than O2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, geometry, hybridization and magnetic moment of MnBr4 2 minus, FeF6 4 minus and NiCN4 2 minus ions respectively are. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അയോണിക് കോമ്പൗണ്ട്സിന്റെ ജോമെട്രി, ഹൈബ്രിഡൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ അയോണിക് കോമ്പൗണ്ടുമായിട്ട് നോക്കാം. MnBr4 2 minus ആണ് ഫസ്റ്റ് വരുന്നത് അല്ലെ? നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് √n × n + 2 ആണ് വരുന്നത്. ഓക്കെ,
ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഒരു പർട്ടിക്കുലർ അയോൺ കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ MnBr4 2- അതിൽ Mn+2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? Mnന്റെ ഹൈബ്രിഡൈസേഷൻ കോർഡിനേഷൻ നമ്പർ ഓഫ് Mn2+ അയോൺ കോംപ്ലക്സ് അയോണിൽ വരുന്നത് 4 ആണ്. ഓക്കെ, ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. Mn2+ എന്താണ് 3d5 4s0 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത്. അപ്പം 4s ആൻഡ് 4p ഓർബിറ്റിലോ ആയിരിക്കും Mnന്റെ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് therefore sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും അതിന് വരുന്നത്. ആൻഡ് ജോമെട്രി എന്താണ് വരുന്നത്? ടെട്രാഹീഡ്രൽ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ FeF6 4- ആണ് വരുന്നത് അല്ലേ? ദാറ്റ് ഈസ് Fe2+ അയോണിന്റെ ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇനി ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 4.9 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഒക്ടാഹീഡ്രൽ ഹൈബ്രിഡൈസേഷൻ, ഒക്ടാഹീഡ്രൽ ജോമെട്രി. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്? NiCN4 2- ആണ് വരുന്നത് അല്ലെ? ദാറ്റ് ഈസ് Ni2+ ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 0 ആണ്. ആൻഡ് ഹെൻസ് ഇവിടെ മാഗ്നറ്റിക് മൊമെന്റും 0 ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ജോമെട്രി വരുന്നത് ds2p ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ടെട്രാഹീഡ്രൽ, ഒക്ടാഹീഡ്രൽ, സ്ക്വയർ പ്ലാനാർ ആൻഡ് sp3d2 sp2d 5.9 4.90. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. Next question, what is the probable ratio between the root mean square speed, that is RMS, average speed, that is AV, and the most probable speed MP? U എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അപ്പൊ എല്ലാത്തിന്റെയും റേഷ്യോ ആണ് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള പ്രോബബിൾ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ RMS വാല്യൂ ഓഫ് സ്പീഡ് ആയിരിക്കും കൂടുതൽ ദാൻ ആവറേജ് സ്പീഡ് ദാൻ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് വാല്യൂ വരുന്നത് RMS സ്പീഡിനായിരിക്കും. ഇനി ഇവരുടെ റേഷ്യോ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നതെന്ന് പറയാം. നമുക്ക് ഓരോ ഫാക്ടറുമായിട്ട് നോക്കാം. RMS ഫസ്റ്റ് RMSന്റെ പറയുകയാണെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? RMS എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3RT/m ആണ് വരുന്നത്. ദാറ്റ് ഈസ് 3R ഇൻറ്റു T/m ആണ് വരുന്നത്. ഇവിടെ R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T വന്നിട്ട് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. M എന്താണ്? മോളിക്കുലാർ മാസ് ഓഫ് ഗ്യാസ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് RMS എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? വാല്യൂ 1.732 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.732. ഓക്കെ, RMS വാല്യൂ. ഇനി ആവറേജ് സ്പീഡ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് 8RT/m എന്നാണ് വരുന്നത്. 8RT/m. ഓക്കെ, റൂട്ട് ഓഫ് 8RT/m എന്താണ് വരുന്നത്? ആവറേജ് സ്പീഡ് ആണ് വരുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഫൈനൽ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്, 1.595 ആണ് വരുന്നത്. ഓക്കെ, 1.595. ഇനി നെക്സ്റ്റ് എന്താണ്? മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ആണ് നമുക്ക് കാണേണ്ടത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റൂട്ട് ഓഫ് 2RT/m ആണ് വരുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് കാൽക്കുലേഷൻ ഫോർമുല 2RT/m. ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫൈനൽ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്, 1.414 ആണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 1.414. ഓക്കെ,
ഇനി ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇങ്ങനെയായിരിക്കും. 1, 1.128 ആൻഡ് 1.224. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1 എന്ന് പറയുന്നത് എന്തിന്റെ വാല്യൂ ആണ്? ആവറേജ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡിന്റെ വാല്യൂ ആണ്. ദെൻ 1.128 എന്ന് പറയുന്നത് ആവറേജ് സ്പീഡിന്റെ വാല്യൂ ആണ്. ആൻഡ് 1.224 എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് റേഷ്യോ ഈസ് ടു ആവറേജ് സ്പീഡ് ഈസ് ടു RMS സ്പീഡിന്റെ റേഷ്യോ വരുന്നത് 1:1.128 ഈസ് ടു 1.224. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question, which is the wrong statement from the following list? Option A, no work is done during free expansion of an ideal gas for both reversible and irreversible processes. Option B, the density and pressure are extensive properties, but the enthalpy and heat capacity are intensive properties. Option C, the change in enthalpy delta H is negative for exothermic reactions, but is positive for endothermic reactions. Option D, the difference between change in enthalpy delta H and the internal energy delta U is not significant for solids and liquids, but significant for gases. Option E, the standard enthalpy change of fusion of CH3COCH3 is higher than that of N2. ഇവിടെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ടൈമിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ് ഇൻ കേസ് ഓഫ് ബോത്ത് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് സി നോക്കുകയാണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷന് ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് എൻഡോതെർമിക് റിയാക്ഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ചേഞ്ച് ഇൻ എൻതാൽപ്പി ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ആൻഡ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു അത് സിഗ്നിഫിക്കന്റ് ആവുന്നത് ഗ്യാസസിന്റെ കേസിലാണ്. ഇത് നമ്മൾ ഒരിക്കലും സോളിഡ്സിനും ലിക്വിഡ്സിനും കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ ഓപ്ഷൻ ഡിയും ഇവിടെ കറക്റ്റ് ആണ്. ഇനി CH3COCH3യുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് N2ന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫ്യൂഷനെക്കാട്ടും ഹയർ വാല്യൂ ആണ്. അപ്പൊ ഓപ്ഷൻ ഇയും ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ബി എന്താണ് പറയുന്നത്? ഡെൻസിറ്റി ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് എൻതാൽപ്പി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. പക്ഷെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഡെൻസിറ്റി ആൻഡ് പ്രഷർ എന്ത് പ്രോപ്പർട്ടീസ് ആണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. while enthalpy and heat capacity are extensive properties. So ഇവിടെ wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബി ആണ്. Next question, the magnitude of equilibrium constant for the gaseous reaction of H2 with I2 for the formation of 2HI is 57 at a particular temperature. The molar concentration H2 equal to 0.10, I2 equal to 0.20, HI equal to 0.40 are found to be at the same temperature. Find the correct statement about the reaction. Statement A, the mixture of H2, I2 and HI is at equilibrium. Statement B, more H2 and I2 will not react to form more HI. Statement C, the concentration of H2 and I2 will decrease till the equilibrium constant is equal to reaction constant. Statement D, reaction constant is independent of concentration. Statement E, if reaction quotient is greater than equilibrium constant of the reaction, more HI will be formed. ഇവിടെ H2 plus I2 combined ആയിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത് 2HI ഗ്യാസ് മോളിക്യൂൾ ആണ് അല്ലെ. അപ്പൊ ഇക്വിലിബ്രിയം ടൈമിലുള്ള ഇവരുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. H2ന്റെ 0.10, I2ന്റെ 0.20 ആൻഡ് HIയുടെ എത്രയാണ്? 0.40 ആണ് വരുന്നത്. ഓൾസോ നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 57 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ KCയുടെ വാല്യൂ ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് 57 എന്ന് പറയുന്നത്. നമുക്കിവിടെ റിയാക്ഷൻ കോൺസ്റ്റന്റ് QCയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 0.40 the whole square by 0.10 into 0.20 ചെയ്യാം, which is equal to 8 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് വരുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് H2 ആൻഡ് I2 വിൽ ഡിക്രീസ് ടിൽ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു റിയാക്ഷൻ കോഷ്യന്റ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്.
ഇവിടെ എന്താണ് റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഓക്കെ. Next question. The pKa of acetic acid is 4.76. What will be the pKb of ammonium hydroxide if the pH of ammonium acetate is 7? pH value calculate ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. pH equal to 7 plus 1 by 2 into pKa minus pKb. ഇവിടെ pH equal to 7 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ pH 7 വരുന്ന കേസിലുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? pKa യുടെ വാല്യൂ മസ്റ്റ് ബി ഈക്വൽ ടു pKb വാല്യൂ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ pK യുടെ വാല്യൂ 4.76 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി pKb ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 4.76 തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. In oligosaccharides, how many monosaccharides will be present? Option A 1 to 5, option B 2 to 10, option C 4 to 5, option D 1 to 15, option E 3 to 5. 2 to 10 monosaccharide units ഹൈഡ്രോളിസിസിൽ തരുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് 2 to 10. ഓക്കെ. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.